ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ വർക്ക് ഏരിയ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്പേസ്, ഓഫീസ് സ്പേസ് എന്നിവിടെയെല്ലാം നെഗറ്റീവ് എനർജി, ഡബിൾ എനർജി, ഡാർക്ക് എനർജി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺകെട്ട്, കണ്ണേറ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി എല്ലാം ചോർന്നു പോകുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് അങ്ങ് റിലീസ് ചെയ്ത് കളഞ്ഞ് പോസിറ്റിവിറ്റി തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനലൊന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും തരിക. എൻ്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ സൗഭാഗ്യപരമായിട്ടുള്ള ജീവിതം, അത് പണം, സമ്പത്ത്, ധനം, അബണ്ടൻസ്, കുടുംബം, കുട്ടികൾ, അവരുടെ വളർച്ച, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യങ്ങളെ താഴ്ത്തു കെട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി, കൺകെട്ട്, കണ്ണീറ് അല്ലെങ്കിൽ ഡബിൾ എനർജി എല്ലാം നമ്മളിലേക്ക് വന്ന് പതിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ വീട് അല്ലെങ്കിൽ നമ്മളുടെ കാറ് അല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യം അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ കമ്പനികളൊക്കെ ആണെങ്കിൽ ഇവിടെയെല്ലാം ഇത്തരത്തിൽ ഉള്ള ബ്ലാക്ക് എനർജി ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് കാര്യങ്ങൾ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അതിനെ റിലീസ് ചെയ്ത് കളഞ്ഞ് പോസിറ്റിവിറ്റിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. അതിനെക്കുറിച്ചാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വളരെ സുലഭമായി കിട്ടുന്ന കടുക് അല്ലെങ്കിൽ മസ്റ്റാർഡ് എന്ന് പറയുന്ന അത് വളരെ ലളിതവും വളരെ വില കുറച്ചും കിട്ടുന്ന ഒന്നാണ്. അത് ഒരു 250 ഗ്രാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുക. അതൊന്ന് വൃത്തിയാക്കി കല്ലും കട്ടയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഒരല്പം വെയിലത്ത് വെച്ച് ചൂടാക്കുക. അത് കഴിഞ്ഞ് അത് ഒരു ചെറിയ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിക്കുക. വെള്ളിയാഴ്ച ദിവസം രാഹുകാലം അല്ലാത്ത ഏതെങ്കിലും ഒരു സമയത്ത് ഈ പൊടി നന്നായിട്ട് ഒരു വൃത്തിയുള്ള ഒരു വെള്ള തുണിയിൽ കിഴിയായിട്ട് കെട്ടുക. എന്നിട്ട് നിങ്ങളുടെ ഡ്രോയിങ് റൂം, അതായത് പുറത്തുനിന്നൊരു വ്യക്തി വന്ന് ആദ്യം നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ആ സ്ഥലം, അവിടെ സോഫയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോക്കേസിലോ അല്ലെങ്കിൽ TV സ്റ്റാൻഡ് ഇരിക്കുന്ന അവിടെയോ എവിടെയായാലും ഈ കിഴി വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇത് പൂർണ്ണമായിട്ടൊന്ന് കത്തിച്ച് കളയണം എന്നുള്ള രീതിയിൽ അതിന് പൂർണ്ണമായി കത്താനുള്ള അത്രയും കർപ്പൂരവും തീപ്പെട്ടിയും കൂടെ നമുക്ക് അവിടെ അടുത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് വീട്ടിൽ നിന്ന് എല്ലാ ആളുകളും വെളിയിൽ നിന്നിറങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ കാറിലായാലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കമ്പനി അല്ലെങ്കിൽ സാമ്രാജ്യം അങ്ങനെയുള്ള എടുത്ത് അത് അവിടെ സ്ഥാപിച്ചതിന് ശേഷം അവിടെയുള്ള എല്ലാവരും പുറത്തിറങ്ങി വീട് പൂട്ടുക, അല്ലെങ്കിൽ അങ്ങനെ മറ്റ് എല്ലായിടത്തും അതുപോലെ ചെയ്യുക. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ മിനിമം അവിടെ നിന്നും മാറി നിൽക്കുക. ഈ വീട്ടിലെ കാര്യമാണെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിരുന്ന് ഇങ്ങനൊരു കാര്യം ചെയ്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണെന്നൊന്നും പറയരുത്. അല്ലാതെ നമ്മൾ വല്ല പാർക്കിലോ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ബീച്ചിലോ അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മണിക്കൂർ മിനിമം ഇവിടെ നിന്ന് മാറി നിൽക്കുക. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിട്ട് ഗൃഹനാഥനോ ഗൃഹനാഥയോ ആ ഒരു കിഴിയെടുത്ത് നിങ്ങളുടെ വീടാണെങ്കിൽ വീട്ടിൻ്റെ 4 കോണുകളുണ്ടല്ലോ, അവിടെ ദൂരെ എവിടെയെങ്കിലും നമുക്ക് ഫലങ്ങൾ തരുന്ന മാവ്, പ്ലാവ്, തെങ്ങ് അങ്ങനത്തെ വൃക്ഷങ്ങളല്ലാത്ത ഏതെങ്കിലും വൃക്ഷച്ചുവട്ടിലോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഭൂമി മാതാവ് മണ്ണിൽ ഇത് കിഴി വയ്ക്കുകയും അതിന് ചുറ്റും കർപ്പൂരം വയ്ക്കുകയും അത് മൊത്തം കത്തിക്കുകയും പൂർണ്ണമായും കത്തിത്തീരുന്നത് വരെ അവിടെ നിൽക്കുകയും ചെയ്യുക. അങ്ങനെ കത്തിത്തീർന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മളുടെ വീട് അല്ലെങ്കിൽ അങ്ങനത്തെ ഞാൻ പറഞ്ഞ സ്പേസിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള നമ്മളെ താഴ്ത്തി കെട്ടുന്ന നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഡാർക്ക് എനർജി, ബ്ലാക്ക് എനർജി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പൂർണ്ണമായിട്ട് അങ്ങ് റിലീസായിപ്പോയി. അവിടെ നമ്മളുടെയൊക്കെ മനസ്സിന് ശത്രുതയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ചെയ്തതെല്ലാം അവർക്ക് തന്നെ പോട്ടെ എന്ന് പറയരുത്. അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ
സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തത് പോയത് കൊണ്ടാണെങ്കിൽ ഈശ്വര അവരോട് ക്ഷമിക്കണേ എന്ന് നമ്മുടെ മനസ്സിൽ വിചാരിക്കുക. അല്ലെങ്കിൽ അത് പിന്നെയും ഒരു വെറുപ്പ്, ഒരു വിദ്വേഷം പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കും. അപ്പോൾ ഈ കാര്യം ചെയ്യുക, അത് അവിടുന്ന് അങ്ങ് റിലീസായി പോയെന്ന് വിഷ്വലൈസ് ചെയ്യുക. ആരെങ്കിലും ചെയ്തത്, ഒരു വ്യക്തിയുടെ മുഖമോ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരുന്നെങ്കിൽ അവരോട് ഈശ്വരന് വേണ്ടി ക്ഷമ ചോദിക്കുക. അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കാതെ, നമ്മളുടെ ഭവനത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ഏരിയ, സ്പേസ്, കാർ അല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യങ്ങളെ ഒന്നും ബാധിക്കാതെ അത് അങ്ങ് പൂർണ്ണമായും പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ജൈത്ര യാത്രയിലേക്ക് എല്ലാവരുടെയും പ്രോത്സാഹനം കിട്ടണം എന്നുള്ള രീതിയിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്.